ഹലോ, തിരുവനന്തപുരത്തിൻ്റെ സ്വകാര്യ അഹങ്കാരം എന്ന് പറഞ്ഞിട്ട് കോട്ടൂർക്കോണം മാങ്ങയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ട കുറച്ച് പേരെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടു ഫ്രൂട്ട് റിവ്യൂ കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രൂട്ട് റിവ്യൂ ആയിട്ട് ചെയ്തിരുന്നില്ല. ഇപ്പോൾ ഞാനത് കാണിക്കാം. കുറേ മാങ്ങ ഞാനോട് കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരെണ്ണെടുത്ത് കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇതേ കണ്ടോ. അതിൻ്റെ പ്രത്യേകത പഴുക്കുമ്പോൾ നന്നായിട്ട് ചുവന്ന നിറത്തിലേക്ക് വരും കേട്ടോ. ഇനി വേറൊരു പ്രത്യേകത ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു. കോട്ടൂർക്കോണം മാങ്ങ എത്ര മുറ്റിയില്ലെങ്കിലും നമുക്ക് പഴുപ്പിച്ചെടുക്കാൻ പറ്റും. മാങ്ങയൊന്നും കേടാവില്ല. ഇനി പോഷക ഗുണങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ മാങ്ങയുടെയും പോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ ഫൈബർ കണ്ടന്റ് കുറച്ച് കൂടുതലായിരിക്കും. ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ജ്യൂസ് കുറച്ച് കുറവായിരിക്കും. ഞാൻ ഞെക്കി കാണിക്കാം കേട്ടോ. കേട്ടോ, അത്രയും തിക്കായിട്ടുള്ള ജ്യൂസ് ആയിരിക്കും എല്ലാം വരുന്നത്. കാരണം കുറച്ച് ഫൈബർ ഉണ്ട് കേട്ടോ. ഈ കോട്ടൂർക്കോണത്തിന് രണ്ട് രീതിയിലുണ്ട്. കോട്ടൂർക്കോണം വരിക്ക എന്നും കോട്ടൂർക്കോണം കൂഴ എന്നോ പറയുക. ഇത് വരിക്കയാണ് ശരിക്കും ആദ്യം പഴുക്കുന്നതും ആദ്യം വിളവുണ്ടാവുന്നതൊക്കെ വരിക്കയിലാണ്. ഇതിന് വിലയും കുറച്ച് കൂടുതലായിരിക്കും, ടേസ്റ്റും കുറച്ച് കൂടുതലായിരിക്കും. എന്തായാലും ഇത് എത്രമാത്രം പഴുക്കുന്നോ അത്രത്തോളം അതിൻ്റെ വീര്യം കൂടി വരും. അത് ഈ മാങ്ങയുടെ വേറൊരു പ്രത്യേകതയാണ്. എന്നാലും ഒരു പ്രാവശ്യം ഒരു കോട്ടൂർക്കോണം മാങ്ങ ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ.